മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ ഭാവങ്ങൾ അഭാവങ്ങൾ എന്നതാണ് നമ്മുടെ ഈ ചർച്ചയുടെ ഒരു കോർ തീം. നമ്മുടെ കൂടെ ഡോക്ടർ എൻ സെബാസ്റ്റ്യൻ, അതുപോലെ വി കെ സുഹൈൽ എന്നിവർ ഈ ചർച്ച നയിക്കും. മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ മാനങ്ങളും അതിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക സംഭവങ്ങളും ഒക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നതും പലരുടെയും ഇപ്പോഴത്തെ പ്രധാന കൺസേണുമാണ്. അതേസമയം മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിനെ കുറേ കൂടെ വിശാലമായ ഒരു ക്യാൻവാസിൽ കാണേണ്ടത് തീർച്ചയായും അനിവാര്യമാണ്. ചരിത്രത്തിൻ്റെയും ജിയോഗ്രഫിയുടെയും തുടങ്ങിയിട്ടുള്ള പല ആംഗിളുകളിൽ നിന്ന് കേവലമായ ഒരു വളരെ സങ്കുചിതമായ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ചിലർ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒരു മതകീയ ഇഷ്യൂവിൽ നിന്ന്, അങ്ങനെയുള്ള ചിന്തകളിൽ നിന്ന് മാറി വലിയൊരു ക്യാൻവാസിൽ മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിനെയും മിഡിൽ ഈസ്റ്റിൻ്റെ നിലവിലുള്ള സാഹചര്യത്തെയും വിലയിരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ച ഇൻഷാ അല്ലാഹ് വികസിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൻ്റെ രാഷ്ട്രീയ ഭാവങ്ങളും അഭാവങ്ങളും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു ഏരിയയിലേക്കാണ് ആ ടൈറ്റിൽ ഇൻഷാ അല്ലാഹ് വെളിച്ചം വീശുന്നത്. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ചർച്ചയെ നിങ്ങൾക്ക് വേണ്ടി ഡോക്ടർ സെബാസ്റ്റ്യൻ സാറിൻ്റെയും വി കെ സുഹൈലിൻ്റെയും മുമ്പിൽ തുറന്നു വെക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരെയും പോലെ ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യസ്നേഹികളെല്ലാം ഇപ്പോൾ 1-2.5 മാസമായി പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലേക്ക് കണ്ണു നട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഫലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയുടെ തീരാത്ത ദുരിതങ്ങൾ ലോക മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് അതങ്ങനെ അഭംഗുരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞത് ദീർഘകാലം ഇനിയും ഈ യുദ്ധം തുടരുമെന്നാണ്. IDF-ൻ്റെ ചീഫും അതേപോലെ തന്നെ ഇസ്രായേലി ആർമിയുടെ ചീഫും തമ്മിൽ കഴിഞ്ഞ ദിവസം അവരുടെ വാക്കുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടായി. മാസങ്ങളോളം ഇത് നീണ്ടു നിൽക്കില്ല എന്ന് IDF-ൻ്റെ ചീഫ് പറഞ്ഞപ്പോൾ ഇസ്രായേലി ആർമിയുടെ ചീഫ് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ തിരുത്തേണ്ടി വന്നു. ഇനിയും ദീർഘകാലം ഈ യുദ്ധം നീണ്ടു നിൽക്കും എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അപ്പോൾ ഈ അധിനിവേശം ആരംഭിച്ചിട്ട് കാലങ്ങളായി എങ്കിൽ പോലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ സാധിക്കാത്തത് കൊണ്ട് ഇസ്രായേൽ അവരുടെ നരഹത്യ, ഗസയിലുള്ള അവരുടെ അധിനിവേശം, കൂട്ടക്കൊലകൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റ് വീണ്ടും ലോകരാഷ്ട്രീയത്തിൻ്റെ ന്യൂക്ലിയസായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അധിനിവേശം അവിടെ നടക്കുമ്പോഴും ലോകത്തെ ഏകദേശം 100ഓളം രാജ്യങ്ങൾ ഈ അധിനിവേശത്തിനെതിരാണ്? ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്നവർക്ക് അറിയുന്നുവെങ്കിലും അതിനെ തടുത്തു നിർക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിലുള്ള ഉത്തരം കൂടി ഈ മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭാവാഭാവങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ നിലവിലുള്ളൊരു വർത്തമാനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ലോകത്തിന് ഇസ്രായേലിൻ്റെ കൈക്ക് പിടിക്കാൻ സാധിക്കാത്തത്? ഗസയിലേക്ക് സഹായവുമായൊരു കപ്പൽ പോലും അയക്കാൻ ലോകത്തിന് ഇപ്പോഴും സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായും ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനപഥത്തിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അസ്തിത്വം എന്ന് പറയുന്നത് 3 ക്യാപിറ്റലിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന് പറയാറുണ്ട്. ഒന്ന് സാധാരണയായി നമ്മൾ കാണുന്ന ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, മറ്റൊന്ന് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, മറ്റൊന്ന് അതിൻ്റെ സാംസ്കാരികമായ മൂലധനം, കൾച്ചറൽ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായതുകൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് നിലനിൽക്കുവാനോ അല്ലെങ്കിൽ അതിജയിക്കുവാനോ സാധിക്കുകയില്ല.
മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആവോളമുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. ലോകത്തെ തന്നെ സാമ്പത്തിക മേഖലകളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സമ്പത്ത് കുന്നുകൂടിയിട്ടുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ട്. പക്ഷേ അവർക്ക് ആ ഒരു സമ്പത്ത് കൊണ്ട് മാത്രം ഇസ്രായേലിൻ്റെ കൈക്ക് പിടിക്കുവാനോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനം വരുത്തുവാനോ സാധിക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ക്യാപിറ്റൽ മിഡിൽ ഈസ്റ്റിന് നഷ്ടപ്പെട്ടിട്ട് ഏകദേശം നൂറ്റാണ്ടായി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഖിലാഫത്തിൻ്റെ തകർച്ചയോടുകൂടി പിന്നീട് വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും ഇപ്പോൾ അതിനുശേഷം വന്ന അമേരിക്കൻ സാമ്രാജ്യത്വവുമെല്ലാം ലോകത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്ന പ്രാധാന്യത്തെ കുറയ്ക്കുകയും രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പവർ കുറയുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറമാണ് സാംസ്കാരികമായിട്ടുള്ള മൂലധനം എന്ന് പറയുന്നത്. സംസ്കാരം എന്ന് പറയുമ്പോൾ കലയും സാഹിത്യവും എഴുത്തും മാധ്യമപ്രവർത്തനവും ഇതെല്ലാം ചേർന്നിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മൂലധനം ഉള്ള ആളുകൾക്ക് മാത്രമേ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ അധിനിവേശം നടക്കുമ്പോഴും ലോകത്താകെയുള്ള സാംസ്കാരിക മൂലധനത്തിൽ എവിടെയാണ് മിഡിൽ ഈസ്റ്റ്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദുർഗതി കൂടിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ, അതിനനുസൃതമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ, ആ സാഹചര്യങ്ങളെ ഒരു രാഷ്ട്രീയ തീരുമാനമാക്കി മാറ്റിയെടുക്കുവാനൊക്കെയുള്ള മിഡിൽ ഈസ്റ്റിൻ്റെ ശക്തിയും അതിൻ്റെ കഴിവും ചോർന്നു പോയിടത്താണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ആമുഖമായി ഞാൻ ഇത്രയും കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ അഭാവം കൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ ഭാവത്തിലേക്ക് നമ്മൾ എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബഹുമാന്യനായ മോഡറേറ്റർ, ബഹുമാന്യനായ എൻ്റെ കോ പാനലിസ്റ്റ്, വളരെ പ്രിയപ്പെട്ട സദസ്സിലുള്ള ബഹുമാന്യരെ, മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ ഭാവങ്ങൾ അഭാവങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള പദം തന്നെ പ്രശ്നവൽക്കരിക്കാറുണ്ട്. ഞങ്ങൾ വെസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്ക, അറബ് വേൾഡിനെ കുറിച്ച് അക്കാദമിക്കായിട്ട് സമീപിക്കുന്ന ആളുകൾ. ഞാൻ ആ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. പഠന ഗവേഷണങ്ങളും ടീച്ചിങ് ഒക്കെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, വെസ്റ്റ് ഏഷ്യയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരാൾ. ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള പദപ്രയോഗത്തിലുള്ള ഒരു പ്രശ്നം, അതൊരു യൂറോസെൻട്രിക് ടെർമിനോളജിയാണ് ശരിക്കും. എന്തുകൊണ്ടാണ് ഇത് മിഡിൽ ഈസ്റ്റ് ആവുന്നത്? മിഡിൽ ഈസ്റ്റ് ആവുന്നത് യൂറോപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ടെർമിനോളജി. അത് വളരെ കൃത്യമായിട്ടൊരു കൊളോണിയൽ കൺസ്ട്രക്ഷനാണത്. അത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, നിയർ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്. നമ്മൾ പലപ്പോഴും അക്കാദമിക് ടെക്സ്റ്റുകളിലും ഡിസ്കഷൻസിലും ഇത്തരം പദപ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിനോടുള്ള ഒരു റെസിസ്റ്റൻസ് പോലെ തന്നെ ഒരു കൺസെപ്ച്വൽ, ആ ഒരു കൺസെപ്ച്വലൈസേഷൻ നമ്മൾ യൂറോപ്പിൽ നിന്ന് നോക്കിക്കാണുക. യൂറോപ്പിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ അത് ജസ്റ്റ് ഒരു ജിയോഗ്രഫിക് ആയിട്ടുള്ള ഒരു നോട്ടം മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് കൾച്ചറൽ ആയിട്ടുള്ള. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന പദം അറബ് വേൾഡ് അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ. വെസ്റ്റ് ഏഷ്യ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏഷ്യയിൽ നിന്ന് നോക്കുകയാണ്, ഏഷ്യക്കാരൻ്റെ കണ്ണിലൂടെ, അതായത് നമ്മുടേതായിട്ടുള്ള കണ്ണുകളിലൂടെ നമ്മൾ നോക്കുന്നു. അങ്ങനെ നമ്മൾ ആ പ്രദേശത്തെക്കുറിച്ച് ഇമാജിൻ ചെയ്യുകയാണ്. പലപ്പോഴും ഈ മിഡിൽ ഈസ്റ്റ് എന്നുള്ള ഒരു പദപ്രയോഗം തന്നെ ആ അർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നമ്മൾ അക്കാദമിക് സർക്കിളിൽ പ്രധാനമായിട്ടും വെസ്റ്റ് ഏഷ്യ എന്നുള്ള പദമാണ് പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റ് എന്നുള്ള പദം ഉപയോഗിക്കുമ്പോൾ തന്നെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. യൂറോപ്യന്മാരുടെ കണ്ണിലൂടെ എങ്ങനെ ഈ പ്രദേശത്ത് കാണുന്നു, ആ കാഴ്ചയിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ആ കാഴ്ചയിലെ പ്രശ്നം ഞങ്ങൾ സുപ്പീരിയർ ആണെന്നുള്ള ഒരു തരം ഭാവത്തോടു കൂടിയാണ്, അല്ലെ അഹംഭാവത്തോടു കൂടിയാണ് മറ്റുള്ളവരെ അവർ നോക്കിക്കാണുന്നത്. ആ കാഴ്ചയുടെ ഒരു പ്രതിഫലനം കൂടെയാണ് ഈ തരം
പദപ്രയോഗങ്ങളിൽ. ഇപ്പോൾ വളരെ പോസിറ്റീവായി പൊതുവെ പരിഗണിക്കപ്പെടുന്ന മോഡേണിറ്റിയുടെ ഭാഗമായി മുന്നോട്ട് വെച്ചിട്ടുള്ള പല ആശയങ്ങളും റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത് നമ്മളിലൂടെയാണ്, ഞങ്ങളിലൂടെയാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട് പറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ യാഥാർത്ഥ്യം യൂറോപ്പ് ഉൾപ്പെടുന്ന ആ ഒരു കൾച്ചറൽ ഇക്കോളജിയെ അപേക്ഷിച്ച് വളരെയേറെ സാംസ്കാരികമായും നോളജ് പരമായിട്ടൊക്കെ മുമ്പിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ രീതിയിൽ ഒരു കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ഭാഗമായി കൺസ്ട്രക്റ്റ് ചെയ്യപ്പെട്ട പ്രത്യേകമായ ഒരു ജ്ഞാന വ്യവസ്ഥിതി. അതൊരു നോളജ് സിസ്റ്റമാണ്. ആ നോളജ് സിസ്റ്റത്തിൽ അവരെ പരിപൂർണമായിട്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം ടെർമിനോളജികളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ എന്തായാലും ഇതൊരു ടെർമിനോളജി ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഉപയോഗത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം അത് നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ശ്രീമാൻ സുഹൈൽ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. വെസ്റ്റ് ഏഷ്യയെക്കുറിച്ച് പറയുമ്പോൾ, അറബ് ലോകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പാലസ്തീൻ തന്നെ ആയിരിക്കും. നമുക്ക് അത് മാറ്റി നിർത്തിക്കൊണ്ട് വെസ്റ്റ് ഏഷ്യയെക്കുറിച്ചുള്ള ഒരു സംഭാഷണം സാധ്യമാവില്ല. അത് ഏത് കാലഘട്ടത്തിലും, ഇപ്പോൾ മാത്രമല്ല, ഇപ്പോഴുണ്ടായ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത്. പാലസ്തീൻ എന്ന് പറയുന്നത് പശ്ചിമേഷ്യയുടെ ഒരു കണ്ണുനീർ, ഒരു മുറിവ്. വെസ്റ്റ് ഏഷ്യയുടെ ആ മുറിവ് കൂടുതൽ വേദനാജനകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു മാനവികത അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ പാലസ്തീൻ എന്ന കണ്ണുനീരിനെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ചരിത്രം എങ്ങനെയാണ്. കപട ചരിത്രങ്ങൾ പാലസ്തീനുമേൽ സൃഷ്ടിക്കപ്പെട്ടതും അത് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടതും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു നോളജ് സിസ്റ്റം രൂപപ്പെട്ടതും പിന്നെ പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ന്യായീകരിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞതും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഈ ക്യാമ്പയിൻ തുടങ്ങുന്ന കാലത്ത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത ഒരു കോട്ടാണ്, ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ ഫോർ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ്. ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ പാലസ്തീൻ, ഫോർ പീപ്പിൾ വിത്തൗട്ട് ലാൻഡ് ജ്യൂസ്. ഇതായിരുന്നു ആ പദപ്രയോഗം. എത്രത്തോളം അസത്യവും കാപട്യവും നിറഞ്ഞതായിരുന്നു ആ മുദ്രാവാക്യമെന്ന് ആലോചിച്ച് നോക്കുക. There was no land without people in Palestine. അവിടുത്തെ അവിടെ നൂറ്റാണ്ടുകളായിട്ട് അവിടെ ജീവിച്ചു വന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. അവരിൽ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു, വ്യത്യസ്ത ഗോത്രത്തിൽപ്പെട്ടവരുണ്ടായിരുന്നു, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള സാംസ്കാരിക പൈതൃകം ഏറുന്ന മനുഷ്യവിഭാഗങ്ങളുണ്ടായിരുന്നു. ഇവരെയെല്ലാം 3 അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ അവരുടെ അസ്തിത്വം, എക്സിസ്റ്റൻസ് ഇല്ലാതാക്കി. ലാൻഡ് വിത്തൗട്ട് പീപ്പിൾ. പാലസ്തീൻ എന്ന് പറയുന്ന ഭൂമി മനുഷ്യരില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ഭൂമിയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ, അവരുടെ എക്സിസ്റ്റൻസ് പൂർണ്ണമായിട്ടും നിരാകരിക്കപ്പെട്ടു. ആൻഡ് പീപ്പിൾ വിത്തൗട്ട് ലാൻഡ്, അതും ഒരു തെറ്റായ പദപ്രയോഗമായിരുന്നു. There was no people without land as they claimed. യഹൂദർക്ക് ഭൂമിയില്ലായിരുന്നു, യഹൂദർക്ക് സ്വത്തില്ലായിരുന്നു, സ്വത്തുമില്ലായിരുന്നു എന്ന് പറയുന്നതും തികച്ചും തെറ്റായ ഒരു കൺസ്ട്രക്ഷനായിരുന്നു. ഈ 2 കൺസ്ട്രക്ഷനിലൂടെ അതിനെ വളർത്തിയെടുത്ത് ഒരു വലിയ രീതിയിലുള്ള എന്താണ് പറയുക, ഒരു മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള,
അതിന് ആ കാലഘട്ടത്തിലിരുന്ന എല്ലാ സാമ്രാജ്യത്വ ശക്തികളും തങ്ങളുടേതായിട്ടുള്ള പിന്തുണ നൽകി, ഇടപെടലുകൾ നടത്തി. ബാൽഫർ ഡിക്ലറേഷനൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ ഏറെക്കുറെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ബാൽഫർ ഡിക്ലറേഷൻ അവിടെ ജൂയിഷ് സ്റ്റേറ്റിൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ, അതിനൊരു ഇൻ്റലക്ച്വൽ ജസ്റ്റിഫിക്കേഷൻ, ആൻഡ് ദ വെസ്റ്റ് ഹാസ് ടേക്കൺ ഇറ്റ് ആസ് എ റെസ്പോൺസിബിലിറ്റി അറ്റ് ദാറ്റ് ടൈം ത്രൂ ബാൽഫർ ഡിക്ലറേഷൻ. അതാണ് സംഭവിച്ചത്. നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ആ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലിയിലും സെക്യൂരിറ്റി കൗൺസിലിലും വന്ന വെടിനിർത്തൽ പ്രമേയത്തെ പോലും അമേരിക്കയും ബ്രിട്ടനും എതിർക്കുന്നത്. അന്ന് ഏറ്റെടുത്ത ആ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ചരിത്രത്തിൽ നമ്മൾ കണ്ടു ഒരുപാട്, എവിടെയും ഈ അധിനിവേശ കാലത്ത് മുഴുവൻ വിക്ടിം ആയത് ഒരു ജനവിഭാഗമായിരുന്നു. അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു, അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, അവരുടെ നാട് നഷ്ടപ്പെട്ടു, അഭയാർത്ഥികളായി പല ഭാഗങ്ങളിലേക്ക് അവർ ചിതറപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും നേരിട്ട ഒരു ജനവിഭാഗമായി. ഒരുപക്ഷെ നമ്മളുടെ ആധുനിക ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു ജനവിഭാഗം വേറെ ഉണ്ടാവില്ല, പാലസ്തീനിൽ. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇന്ന് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇത് സംബന്ധമായി വരുന്ന വാർത്തകളും നരേറ്റീവ്സ്, ഡിഫറെൻ്റ് നരേറ്റീവ്സ് നോക്കുകയാണെങ്കിൽ പാലസ്തീനികൾ വില്ലന്മാരും ഇസ്രായേലികൾ എന്താണ് പറയുക വിക്ടിംസും ആണെന്നുള്ള രീതിയിലാണ് കംപ്ലീറ്റ് നരേറ്റീവ്സ് വരുന്നത്. നിങ്ങൾ നോക്കുക, ഏത് മീഡിയ എടുത്ത് നോക്കിയാലും ഇസ്രായേലീസ് ആണ് ഇവിടെ വിക്ടിമൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ടോണിലുള്ള വാർത്തകളും വിശകലനങ്ങളും, അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഇപ്പം നമുക്കറിയാം, ശരിക്കും 1948 മുതൽ തന്നെ 47-ലെ ഈ പാർട്ടീഷൻ എഗ്രിമെൻ്റ് വെച്ച് തന്നെ തുടങ്ങുന്നതാണ് ഈ പ്രശ്നം. UN റെസൊല്യൂഷൻ 181 എന്ന് പറയുന്ന റെസൊല്യൂഷനിൽ തുടങ്ങുന്നതാണ് ഈ പ്രശ്നം. അന്ന് തന്നെ അറബ് രാജ്യത്തിനായി, പാലസ്തീൻ എന്ന രാജ്യത്തിനായി മാറ്റിവെച്ച ഭൂമി കയ്യേറിക്കൊണ്ടാണ് ആദ്യത്തെ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടക്കുന്നത്. പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. ഒരു ലോകം പാലസ്തീൻകാരുടെ ഭൂമി ഇസ്രായേലിന് കൊടുക്കാൻ തീരുമാനിക്കുമ്പോഴും അതിലൊരു ഭാഗം പാലസ്തീന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. ആ ഭൂമി കൂടെ കയ്യേറിക്കൊണ്ടാണ് 1948 ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത്. തുടർന്നിങ്ങോട്ട് ഏറ്റവും ക്രൂരമായ ഒരു അധിനിവേശമായിരുന്നു 1967 നടന്നത്. അന്ന് പാലസ്തീൻ രാജ്യത്തിൻ്റെ അവശേഷിക്കുന്ന ഭൂമി ഏറെക്കുറെ പൂർണ്ണമായും ഇസ്രായേലും ഒരു ചെറിയ ഭാഗം ജോർദാനും കൈയടക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പാലസ്തീൻ എന്നുള്ള രാജ്യം ലോക മാപ്പിൽ നിന്ന് ഇല്ലാതായി. ഔദ്യോഗികമായി 1967 മുമ്പ് പാലസ്തീൻ എന്നുള്ളൊരു രാജ്യം ഉണ്ടായിരുന്നു. UN റെസൊല്യൂഷൻ 181 ആണ് അതിൻ്റെ അസ്തിത്വം. അന്താരാഷ്ട്ര സമൂഹം 2 രാജ്യങ്ങൾ ആയിട്ടാണ് ആ ഭൂമിയെ വിഭജിച്ചത്. അപ്പോൾ അതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് തന്നെയായിരുന്നു പാലസ്തീൻ എന്ന് പറയുന്നത്. പക്ഷേ 1967 ആ രാജ്യം ഒരു സോവറിൻ സ്റ്റേറ്റ് എന്നുള്ള അതിൻ്റെ ഐഡൻറ്റിറ്റി പരിപൂർണമായിട്ടും ഇല്ലാതായി. അതിൻ്റെ ഭൂപ്രദേശങ്ങൾ പൂർണ്ണമായും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലായി. പിന്നീട് നടന്ന പല രാഷ്ട്രീയ പ്രക്രിയകളിലൂടെ ഒരു 1990s ഒക്കെ ആകുമ്പോഴേക്കും വീണ്ടും പാലസ്തീൻ എന്നുള്ള രാജ്യത്തിൻ്റെ അസ്തിത്വം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതിനാണ് മാഡ്രിഡ് കരാറും ഓസ്ലോ കരാറും ഒക്കെ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെയും വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു വളരെ സങ്കീർണമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അഭയാർത്ഥികളുടെ പ്രശ്നമായിരുന്നു. അഭയാർത്ഥികളെ തിരിച്ച് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന
ഇസ്രായേലിൻ്റെ പിടിവാശി. ഒരു തരത്തിലുള്ള ആഗോള നിയമങ്ങൾക്കോ മാനുഷിക നിയമങ്ങൾക്കോ മനുഷ്യാവകാശങ്ങൾക്കോ ന്യായീകരിക്കാൻ കഴിയാത്ത ഈ റെഫ്യൂജികളെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും ആർക്കും ഉണ്ടായിരുന്നില്ല. അവരേത് നാട്ടുകാരാണെന്നും അവരെങ്ങനെയാണ് അഭയാർത്ഥികളായി മാറിയതെന്നും. എന്നിട്ട് പോലും അവർക്ക് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അവരെ അനുവദിക്കില്ല. ആ ഒരു പിടിവാശി ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേൽ. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന പോലെ ജസ്റ്റ് ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ച് ഹമാസ് നടത്തിയ ഒരു അക്രമം മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ ഫോക്കസിലേക്കുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. UN സെക്രട്ടറി ജനറൽ ഒരു ഔദ്യോഗികമായി UN തന്നെ നടത്തിയൊരു പ്രസ്താവന. അതിന് മറുപടി പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ 56 വർഷങ്ങളായിട്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കണം. ഈ ഒരൊറ്റ ഇൻസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കരുത് ഈ പ്രശ്നത്തെ നോക്കിക്കാണേണ്ടത്. 1967 മുതലുള്ള പാലസ്തീൻ്റെ ചരിത്രം, പാലസ്തീനിൽ എന്ത് സംഭവിച്ചു, ആ ജനത ഏത് രീതിയിലാണ് അടിച്ചമർത്തപ്പെട്ടത് എന്ന കാര്യങ്ങളുടെ ഇതോടൊപ്പം ചിന്തിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ, അന്റോണിയോ ഗുട്ടറസ് UN ജനറൽ അസംബ്ലിയിൽ നടത്തിയ ആ ഓർമ്മപ്പെടുത്തൽ, അത് പൂർണ്ണമായിട്ടും തമസ്കരിച്ചുകൊണ്ട് ഒക്ടോബർ 7-ാം തീയതി എന്ത് സംഭവിച്ചു എന്ന ഒരേ ഒരു കാര്യത്തിലേക്ക് മാത്രം കൊണ്ടുവന്ന് ഇസ്രായേലിനെ വിക്റ്റിമായിട്ടും ഹമാസിനെ ഒരു വില്ലൻ ആയിട്ടും ചിത്രീകരിക്കുന്ന ഈ ഒരു രീതി, അത് കുറേ കൂടെ ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. 56 വർഷമായിട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന, ദൈനംദിനം നേരിട്ടുകൊണ്ടിരിക്കുന്ന അടിച്ചമർത്തലുകളും പീഡനങ്ങളും കൊടിയ പീഡനങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനോടുള്ള ഒരു റെസിസ്റ്റൻസ് തന്നെയാണത്. ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നല്ല. അത് ഒരു തരത്തിലുള്ള അക്രമവും ന്യായീകരിക്കപ്പെടാവുന്ന ഒന്നല്ല. പക്ഷേ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത്തരം സംഭവങ്ങളെ വിലയിരുത്തേണ്ടത്. അതിനെ ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് കാണുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിനെ ഒരു താരതമ്യത്തിലൂടെ നമുക്കതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു പ്രതികരണത്തെ, പ്രതിഷേധത്തെ, ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ഇത്രമാത്രം വയലൻ്റ് ആയിട്ടില്ല എങ്കിലും നമുക്കറിയാം. ഫസ്റ്റ് ഇൻഡിഫാദ നമുക്കറിയാം, സെക്കൻഡ് ഇൻഡിഫാദ അറിയാം, 87. അതൊക്കെ വലിയ രീതിയിൽ ഈ ഒരു ചർച്ചകളിലേക്കും ലോകത്തിൻ്റെ അറ്റൻഷനിലേക്കും ഈ വിഷയത്തെ കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുകയാണ്. ആ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഡെവലപ്മെൻറ്റ്സിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നം ഇതാണ്: പാലസ്തീൻ എന്നുള്ള രാജ്യം, ആ രാജ്യത്തിൻ്റെ അസ്തിത്വം എന്തായിരിക്കണം? ഈ ഒരു ക്വസ്റ്റ്യനാണ് അവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ അവിടെ നടക്കുന്ന എല്ലാ ഡെവലപ്മെൻറ്റ്സിനെയും കാണാൻ. ഇസ്രായേൽ, ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞ്, ഞങ്ങൾ വി ആർ നോട്ട് ഗോയിങ് ടു ആക്സെപ്റ്റ് ഓസ്ലോ കരാറിൽ വളരെ കൃത്യമായി പാലസ്തീൻ എന്നുള്ള രാജ്യത്തിൻ്റെ അസ്തിത്വം വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നും ലോകവ്യാപകമായി ആദരിക്കപ്പെടുന്ന, അംഗീകരിക്കപ്പെടുന്ന ഒരു കരാറാണ്. അത് ഒരിക്കലും പാലസ്തീനികളുടെ ന്യായമായ അവകാശങ്ങളെ പൂർണ്ണമായും അഡ്രസ്സ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും പാലസ്തീൻ എന്നുള്ള ഒരു സ്വതന്ത്ര രാജ്യം, ഒരു ജനതയുടെ അവകാശം, അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പോലും പ്രസ്താവന നടത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഇതേ വിഷയം ഉയർത്തു വന്നപ്പോൾ ഞാൻ പറഞ്ഞിപ്പം ഇത് ക്വസ്റ്റ്യൻ ഇസ്രായേൽ എന്നുള്ള രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസ് അല്ല ഇപ്പോൾ ക്വസ്റ്റ്യൻ, പാലസ്തീൻ എന്നുള്ള രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചർച്ച നടത്താൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ ഇന്ന് പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അധിനിവേശങ്ങളുമായിരിക്കണം ചർച്ചയുടെ സെൻറ്റർ. ഇസ്രായേലിന് നേരെ
ഹമാസ് നടത്തിയ അക്രമങ്ങളിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു ചർച്ച, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റെസ്പോൺസ്, അതിലേക്ക് മാത്രം ഒതുങ്ങുന്ന രീതിയിലാണ്. പക്ഷെ യഥാർത്ഥ പ്രശ്നം പാലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ എക്സിസ്റ്റൻസാണ്. അതാണിപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും അൺഡിനേബിൾ റൈറ്റാണത് ഒരു ജനതയുടെ. അവരുടെ രാജ്യം പൂർണ്ണമായും അധിനിവേശം ചെയ്യപ്പെട്ടു. ഇപ്പം ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓക്യുപ്പേഷനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഗാസ സ്ട്രിപ്പ് ഇനി മുതൽ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു പെർമനൻ്റ് മിലിറ്ററി ഓക്യുപ്പേഷൻ. അത് ഏതൊരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആപൽക്കരമായ, അപകടകരമായ, ഭയാനകമായ ഒരവസ്ഥയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ അധീനതയിൽ ജീവിക്കുക എന്നുള്ളത്. ഏറ്റവും ഭീതിജനകമായ ഒരവസ്ഥ. ഇതാണ് ഇസ്രായേൽ ഇപ്പോൾ പാലസ്തീന് മുകളിൽ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ നമ്മളെയൊക്കെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഒരു റെസ്പോൺസാണ്. നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ. കാരണം ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി ആദ്യം ചെയ്യുന്നത്, അവരതിൻ്റെ മെറിറ്റൊന്നും ഡിസ്കസ് ചെയ്യാറൊന്നുമില്ല. ആദ്യം മെറിറ്റിലേക്ക് കിടക്കുക പിന്നീടാണ്. ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു സ്റ്റോപ്പ്. എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുക, ഇനി വെടി പൊട്ടരുത്. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഇതിനു മുമ്പുള്ള ഏത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും. പക്ഷെ പാലസ്തീൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? ഇത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാശ്മീരിൻ്റെ കാര്യത്തിൽ സംഭവിച്ച അതാണ് നമുക്കറിയാം. UN ചെന്ന നിമിഷം പറഞ്ഞു യു സ്റ്റോപ്പ്. ഇതാണ് ആവശ്യം. എന്തുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇത് സംഭവിക്കുന്നില്ല? ഇതൊരു വലിയ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കാണ്. എൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്, ഇത് നമ്മളെ നയിക്കുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ലോകക്രമമുണ്ട്. അവിടെ അതിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഹൗ ടു ബ്രിങ് പീസ്, ഹൗ ടു റെസ്പെക്ട് സോവറിനിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. ആ ഒരു രീതിയിൽ ഉള്ള ഒരു ലോകക്രമം ഇപ്പോൾ പരിപൂർണമായിട്ടും ഇത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ, ഓർഗനൈസേഷൻസൊക്കെ ഇവിടെ വലിയ രീതിയിൽ അപ്രസക്തമാവുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഒരു നല്ല റിഫ്ലക്ഷനാണിത്. രണ്ടാമത് ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം, യു സ്റ്റാർട്ടഡ് ടേക്കിംഗ് റിവെഞ്ച് ആസ് എ റെസ്പോൺസ്. ഇത് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്തത് 9/11 ശേഷമാണ്. 9/11 ശേഷം റിവെഞ്ച് എന്നുള്ളത് ഒരു നോമായി മാറിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ അമേരിക്ക നടത്തിയത് ഒരു ശരിക്കും റിവെഞ്ചാണ്. അവർക്ക് അതിനപ്പുറത്തേക്ക് വേറൊരു രാഷ്ട്രീയ പ്ലാൻ പോലും ഉണ്ടായിരുന്നില്ല. റിവെഞ്ച് ചെയ്യുക. ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും റിവെഞ്ചാണ്. എന്തായിരിക്കും നിങ്ങൾ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നിങ്ങൾ റിവെഞ്ച് ഹാസ് ബിക്കം എ നോം ഓർ പോളിസി നൗ. പല രീതിയിലും ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു രാജ്യത്തിന് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഡിഫെൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. സെൽഫ് ഡിഫെൻസിന് വയലൻസ് ഉപയോഗിക്കാം, മിലിറ്ററി ഉപയോഗിക്കാം, ഫോഴ്സ് ഉപയോഗിക്കാം. പക്ഷെ റിവെഞ്ചിന് ഫോഴ്സ് ഉപയോഗിക്കാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് ചെയ്യുന്നത് നമ്മൾ പൊതുവെ ഇൻ്റർനാഷണൽ റിലേഷൻസിൽ അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ബാർബേറിയൻ എന്ന് പറയുന്ന സ്റ്റേറ്റുകളൊന്നും അല്ല ഇത് ചെയ്യുന്നത്. ഏറ്റവും മിടുക്കര്, എല്ലാ മാനുഷിക നിയമങ്ങളും ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കുന്ന, മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, ലോകത്തെവിടെയും മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഇടപെടാൻ ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ടെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം
രാജ്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ദേ ഹാവ് ഗിവൺ എ ന്യൂ മോഡൽ, റിവെഞ്ച്. നിങ്ങൾ റിവെഞ്ച് ചെയ്യുക. So this is something which is again, very much ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ വലിയ രീതിയിൽ അപ്സെറ്റ് ചെയ്യുന്ന ഒന്നാണ്. വേർ ആർ വി മൂവിങ് നൗ? പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിൽ ഇപ്പോൾ സംഭവിക്കേണ്ടിയിരുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഇടപെടലിലൂടെ അവിടെ ഒരു വെടിനിർത്തൽ അറ്റ് ദ ഏർലിയസ്റ്റ്. സോ 21,000 people are died through bombings, through bullets. This is something which is unimaginable. അല്ലേ? ഈ ഒരു പരിഷ്കൃത ലോകത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. ഒരു രാജ്യത്ത് നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭൂപ്രദേശം മുഴുവൻ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം ലംഘനം. നിങ്ങൾ സിവിലിയൻ സെൻറ്റേഴ്സാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, refugee camps, the people who are moving away from one place to another place. നോർത്ത് ഗാസ സ്ട്രിപ്പിൽ തുടങ്ങിയപ്പോൾ അറ്റാക്കിൽ നിന്ന് ആളുകൾ പ്രാണൻ കൊണ്ട് സൗത്തിലേക്ക് ഓടി. ആ ഓടിക്കൊണ്ടിരുന്ന ആളുകളുടെ മേലെ ബോംബ് വർഷിക്കുന്നു. സോ ദിസ് ഈസ് സംതിങ് വിച്ച് ഇതൊരു എന്താണ് പറയുക, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാനസികാവസ്ഥ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെല്ലാം ചരിത്രം മറക്കുന്നു, ഇന്നലകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ മറക്കുന്നു. ഒരു പ്രത്യേക അജണ്ട നടപ്പാക്കുന്നതിനാവശ്യമായിട്ട് വി ആർ ഗോയിങ് ടു ടീച്ച് ദം എ ലെസൺ. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ ലെസൺ പഠിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരെല്ലാം പരാജയപ്പെട്ട് പിന്മാറിയിട്ടേ ഉള്ളൂ. അതുകൊണ്ടുണ്ടായിട്ടുള്ളത് എന്താണ്? ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടു, ഒരുപാട് ജനങ്ങൾ കാഷ്വാലിറ്റീസ്. സോ ഇതാണ് ആ ഒരു സാഹചര്യം ഞാൻ ഏറ്റവും ബ്രീഫായി പറയുകയാണെങ്കിൽ. അപ്പം നമ്മളുടെ മനസ്സിലാക്കലുകളും നമ്മൾ അതിനോടുള്ള സമീപനവും കൃത്യമായി മാറേണ്ടിയിരിക്കുന്നു. നമ്മൾ ആ പ്രശ്നത്തിൻ്റെ കോറിൽ അല്ല ഇപ്പം ടച്ച് ചെയ്തിരിക്കുന്നത്. ഒരു പ്രത്യേക താല്പര്യത്തിനനുസൃതമായിട്ടാണ് ആ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചകളും സമീപനങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നത്. മറ്റ് പല പ്രശ്നങ്ങളും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ, ഇത് മിഡിൽ ഈസ്റ്റിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ഒരു സെഷൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. അറബ് രാജ്യങ്ങളുടെ ഒരു പ്രതികരണം, ഡിസ്പൈറ്റ് അറബ് രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഇന്നത്തെ ഒരു ലോകക്രമത്തിൽ പല തരത്തിലുള്ള പരിഗണനകൾ വെച്ചാണ് അറബ് രാജ്യങ്ങൾ പലസ്തീൻ ജനതയെ വഞ്ചിച്ചുവെന്നും അല്ല അറബ് രാജ്യങ്ങൾ വഞ്ചിച്ചിട്ടില്ല എന്നുമുള്ള പലതരത്തിലുള്ള ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. പക്ഷെ ആസ് എ പീപ്പിൾ ഐ സ്റ്റിൽ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദ അറബ് വേൾഡ് ഈസ് വിത്ത് പാലസ്തീൻ പീപ്പിൾ. അറബ് ലോകം പാലസ്തീൻ ജനങ്ങളുടെ ഒപ്പം തന്നെയാണ് ഇന്നും എന്നും എല്ലാ കാലത്തും. അവരുടേതായിട്ടുള്ള ഇൻറ്റേർണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആ സപ്പോർട്ടിന് ഒരിക്കലും ആ സപ്പോർട്ട് ഇല്ലാതായിട്ടില്ല, പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അറബ് ലോകത്തെ ജനത ഇന്നും പാലസ്തീനൊപ്പമാണ്. ഇന്ത്യയിലെ ജനങ്ങളെ പോലെ. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ്റിന് അവരുടെ പോളിസികൾ മാറ്റേണ്ടി വന്നത്? ആദ്യത്തെ തവണ ആബ്സെൻറ്റ് ആയിരുന്നു ഇന്ത്യ. പക്ഷേ ഇത്തവണ ഇന്ത്യ ശക്തമായിട്ട് വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പോളിസി മാറ്റേണ്ടി വന്നത്? ആ മാറ്റം ഈ രാജ്യത്തെ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പൊതുവെ ഈ ലോകം പൊതുവെ പാലസ്തീൻ ജനതയോടൊപ്പം തന്നെയാണ്. നമ്മുടെയൊക്കെ ഒരു വലിയ ഡ്രീം ആണ് ഈ വിഷയം പഠിച്ചു തുടങ്ങിയ ഒരു 25 വർഷത്തോളമായി. അന്നു മുതലേ പാലസ്തീൻ എന്ന ഒരു രാജ്യം സ്വന്തമായി സ്വതന്ത്രമായി നിൽക്കുന്നത് കാണണം എന്നുള്ളൊരു ഡ്രീം അന്നു മുതലേ നമ്മളൊക്കെ മനസ്സിൽ രൂപപ്പെടുത്തി വന്നതാണ്. നമ്മളുടെ ജീവിതകാലത്ത് അത് സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം
അല്ലെങ്കിൽ ഈ നമ്മളുടെ ജീവിതകാലത്ത് നമുക്ക് കാണേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു അനീതി ആയിട്ട് തന്നെയാണ് പാലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ നമ്മൾ കാണുന്നത് കൃത്യമായിട്ട്. അതൊരു വെറും ഒരു ഇമോഷണൽ പ്രശ്നമല്ല. അതിനെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലാക്കി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണിത്. ഇപ്പം ഈ ഒരു വിഷയത്തിൽ തുടങ്ങി എനിക്ക് തോന്നുന്നു ഞാൻ മറ്റു വിഷയങ്ങളിലേക്ക് അടുത്ത റൗണ്ടിൽ വരാം. അപ്പോൾ നമ്മൾ ചർച്ചയുടെ ഒരു പ്രധാന ഏരിയ തൽക്കാലം നമ്മൾ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രവിശാലമായ വിഷയങ്ങളായതുകൊണ്ട്, മുന്നിലുള്ളത് കൂടുതലും വിദ്യാർത്ഥികളും ആയതുകൊണ്ട് വിഷയങ്ങളിലൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട തലങ്ങളിലൂടെയുള്ളൊരു കടന്നുപോക്കാണ് നമുക്ക് സാധ്യമാവുക. അപ്പോൾ പാലസ്തീൻ പ്രശ്നത്തിൻ്റെ, മിഡിൽ ഈസ്റ്റിൻ്റെ അതല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യയുടെ കോർ പ്രശ്നമായിട്ട് നമുക്ക് എണ്ണാവുന്ന പലസ്തീൻ പ്രശ്നത്തിൻ്റെ ചരിത്രവും അതിൻ്റെ വ്യത്യസ്ത തലങ്ങളും നിലവിൽ അത് ഉയർത്തുന്ന ഒരുപക്ഷെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാവിക്ക് തന്നെ നിലവിൽ പലസ്തീൻ ഇഷ്യൂവിനോട് ലോകം പുലർത്തുന്ന സമീപനം, അത് ഈ ലോകത്തിൻ്റെ തന്നെ ഭാവിയെ എങ്ങനെ അപകടകരമായി ബാധിക്കാൻ ഇടയുണ്ട് എന്ന തലങ്ങളിലേക്കുമൊക്കെ സാർ നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. അതോടൊപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പലസ്തീൻ ഒരു തലമാണ് ഇപ്പം ഈ പറഞ്ഞ, അത് അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കാൻ പോകുന്നു എന്നത്. അതുപോലെ റിവെഞ്ച് ഒരു നോമായി മാറുക, ടീച്ചിങ് എ ലെസൺ എന്നത് ഒരു നോമായി മാറുക എന്നതൊക്കെ ഉയർത്താനിടയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ നമ്മുടെ ശ്രദ്ധ പോയത്. അതിപ്പം ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇനി ഈ പലസ്തീൻ ഇഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചുറ്റുവട്ടത്തുള്ള അറബ് രാജ്യങ്ങൾ, അവിടെയുള്ള താല്പര്യങ്ങൾ, അതുപോലെ ഒരു വശത്ത് ഈ എണ്ണ സമ്പന്നമായ അറബ് രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിലും ആ എണ്ണയിലുമുള്ള എണ്ണ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം എണ്ണയിൽ ഒരു പിടിയുണ്ടാവണം എന്ന US അടക്കമുള്ള രാജ്യങ്ങളുടെ താല്പര്യം, അങ്ങനെ താല്പര്യം എത്രത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അറബ് ജനത എന്തായാലും ഓവറോൾ പലസ്തീൻ്റെ കൂടിയാണെന്നുള്ളത് ചരിത്രപരമായും അങ്ങനെയാണ്. ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. അറബ് ഭരണാധികാരികളെക്കാൾ എത്രയോ ആവേശത്തോടുകൂടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെ അറബ് ജനത എപ്പോഴും പലസ്തീൻ്റെ കൂടെയാണ്. പക്ഷേ അതിൻ്റെ പൾസ് പ്രതിഫലിപ്പിക്കാൻ ശരിക്കും അറബ് ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല പ്രത്യക്ഷത്തിൽ എന്നതൊരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അറബ് ഇസ്രായേൽ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ശരിക്കും ആക്റ്റീവായിട്ട് ഇടപെട്ടിട്ടുള്ള രാജ്യങ്ങൾ GCC രാജ്യങ്ങളല്ല. അതിലിടപെട്ടിരിക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ഈജിപ്തും ജോർദാനും സിറിയയും അടക്കുന്ന രാജ്യങ്ങളൊക്കെയാണ് ഇടപെടുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അവരുടെ സാധ്യത, ശരിക്കും പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ സാധ്യത, പരിമിതികളൊരു വശത്തുണ്ട്. അതേസമയം ചില സാധ്യതകളുണ്ട്. അതിനെ വേണ്ടത്ര ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ പഴയ ഓയിൽ സ്ട്രൈക്ക് ഉണ്ട് എങ്കിൽ പോലും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാട്? അവിടെ ഒരു ഇറാൻ എന്ന ഒരു ഭീഷണി ഉണ്ടോ? ഇറാൻ അതിൻ്റെ പ്രോക്സികളിലൂടെയും അല്ലാതെയും മിഡിൽ ഈസ്റ്റിനെ അല്ലെങ്കിൽ ഈ ഏഷ്യൻ ഈവൻ എന്താ പറയുക, ഈ വെസ്റ്റ് ഏഷ്യയുടെ തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇസ്രായേലിനെ പോലെ ഒരു സാമ്രാജ്യത്വ അജണ്ട, ഇസ്രായേലിനൊരു സാമ്രാജ്യത്വ അജണ്ട ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇറാനും ഒരു സാമ്രാജ്യത്വ അജണ്ട ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആണോ ശരിക്ക് ഇവരെ ഒരു ഇറാൻ്റെ ഭീഷണിയെ നേരിടാൻ ഒരു സാമ്രാജ്യത്വ ശക്തികളുടെ കൂട്ട് അനിവാര്യമായി വരും, അവരുടെ അലയൻസിൽ നിന്ന് മാറാൻ പറ്റില്ല എന്ന ചിന്തയിൽ പൂർണ്ണമായി US-നെ അല്ലെങ്കിൽ US-ൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അലയൻസിനെ വെറുപ്പിക്കാതെ ഉള്ള ഒരു തരം ട്രിപ്പീസ് കളിക്കുന്നതിൻ്റെ കാരണം അതായിരിക്കുമോ തുടങ്ങിയ കുറേ തലങ്ങൾ കൂടെ, ഇനിയും ഒരുപാട് തലങ്ങൾ ഇതിൻ്റെ വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് സുഹൈൽ സാർ അല്പം കൂടെ അതിലേക്ക് സഞ്ചരിക്കും. 1-2 ഡിസ്കഷന് ശേഷം ചെറിയ ഇൻട്രാക്ഷനുള്ള സമയവും ഉണ്ടാവും. അപ്പോൾ വളരെ വേഗം നമ്മൾ ഇൻഷാ അല്ലാഹ് ചെറിയ 1-2 അഡീഷൻസിന് ശേഷം നമുക്ക് ഇൻട്രാക്ഷനിലേക്ക് പോകാം. ഈ പറഞ്ഞതിലേക്ക് വരുമ്പോൾ ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിൻ്റെ തൊട്ടുതലേ മാസം സെപ്റ്റംബർ മാസത്തിൽ UN-ൻ്റെ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു.
അവിടെ അദ്ദേഹം സംസാരിക്കാൻ വന്നത് ഒരു മാപ്പുമായിട്ടാണ്. മിഡിൽ ഈസ്റ്റിൻ്റെ മാപ്പ്. ഇസ്രായേലുണ്ട്, UAE ഉണ്ട്, സൗദി ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഇപ്പുറത്ത് ഈജിപ്ത് ഉണ്ട്, മിഡിൽ ഈസ്റ്റിൻ്റെ അപ്പുറത്ത് യൂറോപ്പും ഉണ്ട്. അദ്ദേഹം ഒരു റെഡ് മാർക്കർ കൂടി കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതേപോലെ നേരത്തെ ഒരു മാപ്പ് ഉയർത്തി കാട്ടിയിരുന്നു. അന്ന് ഞാൻ ഈ മാർക്കർ കൊണ്ടുവന്നിരുന്നത് ഇറാൻ്റെ ഭീഷണിയെ വരച്ച് കാണിക്കാനാണ് എങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ന്യൂ മിഡിൽ ഈസ്റ്റിനെ നിങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടാനാണ് എന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ രത്ന ചുരുക്കം. ന്യൂ മിഡിൽ ഈസ്റ്റ്. ബെന്യാമിൻ നെതന്യാഹു വളരെ സന്തോഷപൂർവ്വം, വളരെ പ്ലാനിങ്ങോടുകൂടി, അമേരിക്കയോട് കൂടി താല്പര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ന്യൂ മിഡിൽ ഈസ്റ്റ്. ആ ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ആ റെഡ് മാർക്കർ കൊണ്ട് വരച്ചത് ദുബായിൽ നിന്നും ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് പുതിയ വ്യാവസായിക ഇടനാഴി തുറക്കപ്പെടുകയാണ്. അതായത് ഈ മേഖലയിലുള്ള ആളുകളെല്ലാം, അറബ് ലോകവും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളും എല്ലാം ഇസ്രായേലിന് അനുകൂലമായി, ഇസ്രായേലിനുമായി സംഘർഷത്തിൽ ഏർപ്പെടാതെ നിൽക്കുന്നു. അങ്ങനെ സംഘർഷരഹിതമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്പിലേക്ക് ഇസ്രായേലിലൂടെ തന്നെ വ്യാവസായിക ഇടനാഴി കടന്നു പോകുന്ന സമ്പത്ത് സുന്ദരമായിട്ടുള്ള ലോകത്തെ വരച്ചു കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ആ പ്രസംഗം അവിടെ അവസാനിപ്പിച്ചത്. അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഫലസ്തീനെക്കുറിച്ച് പോലും സംസാരിക്കാത്ത, ഫലസ്തീൻ കോസ് പൂർണ്ണമായും അടിച്ചമർത്തപ്പെട്ട, അറബ് ലോകം പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന, വ്യാവസായികവും സാമ്പത്തികവുമായുള്ള താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിയുള്ള പുതിയൊരു മിഡിൽ ഈസ്റ്റ് ഇതാ ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് സെപ്റ്റംബറിൽ അദ്ദേഹം പ്രസംഗിച്ചത്. അതേ ഘട്ടത്തിൽ, ഇത് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ മാസത്തിൽ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലമല്ല, പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായി അല്ലെങ്കിൽ ഇസ്രായേലിനെ മൂടുതാങ്ങിയായി നിൽക്കുന്നു എന്ന് പറയുന്ന മഹ്മൂദ് അബ്ബാസ് ഭരിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഭരിക്കുന്നു എന്ന് തോന്നുന്ന പറയപ്പെടുന്ന സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ചും ജനീൻ എന്ന് പറയുന്ന അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഒരു രാത്രി വൻതോതിൽ ബുൾഡോസറുകൾ വന്ന് അവിടെയുള്ള ജനങ്ങളെ മുഴുവനും ആട്ടിപ്പായിച്ച് നിരവധി പേരെ കൊന്നൊടുക്കി, 100-ലധികം പേരെ, കുട്ടികളെ അടക്കം ജയിലിലാക്കിയിരിക്കുന്ന ഘട്ടത്തിലാണ് അതിനെക്കുറിച്ചൊരു വാക്കുപോലും സംസാരിക്കാതെ പുതിയ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് നെതന്യാഹു സംസാരിച്ചത്. തീർച്ചയായും എന്താണ് ഒക്ടോബർ 7 ആക്രമണത്തിൻ്റെ പ്രത്യേകത എന്നും അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഹമാസ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 27,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആളുകളുടെ 27,000-ലധികം പേരുടെ രക്തസാക്ഷിത്വത്തിൻ്റെയും വില എന്താണ് എന്ന ചോദ്യത്തിനുത്തരം ഇന്ന് നെതന്യാഹുവിന് ആ ന്യൂ മിഡിൽ ഈസ്റ്റിൻ്റെ പ്ലാനുമായും ആ മാർക്കറുമായും ലോകത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് ന്യൂ മിഡിൽ ഈസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് കുറച്ചുകൂടി നമ്മൾ ബാക്കോട്ട് പോകണം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി നിൽക്കുന്ന ഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തന്ത്രപരമായിട്ടുള്ള ചില നിലപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അവിടെ നിന്നും, പ്രത്യേകിച്ച് ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈ US സൈനികരെ പിൻവലിക്കണം എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് പോവുകയാണ്. പ്രത്യേകിച്ചും അമേരിക്കക്കുള്ളിൽ തന്നെ ഓരോ മാസവും സൈനികരുമായിട്ടുള്ള ശവപ്പെട്ടികൾ അമേരിക്കയിലേക്ക് എത്തിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണത്. അത് അവസാനിപ്പിക്കണം എന്ന് അവിടെ വലിയൊരു പൊതുവികാരം ഉയർന്നു വരികയും ട്രംപ് അതിൻ്റെ കൂടെയൊക്കെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും US സൈനികരെ പിൻവലിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ട്രംപ് പോകുന്നത്. അതോടൊപ്പം അവിടെ ഗ്രിപ്പ് ഉണ്ടാവുകയും വേണം. അതിനുള്ള ചില തന്ത്രങ്ങൾ കൂടി അദ്ദേഹം ഒരുക്കുകയാണ്. അങ്ങനെ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപും അതിനുശേഷം വന്ന ജോ ബൈഡനുമെല്ലാം സംഘർഷ ഘട്ടത്തിൽ നിന്നും, മിഡിൽ ഈസ്റ്റിൽ നിന്നും, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള പ്രദേശങ്ങളിൽ നിന്നും അമേരിക്കൻ സൈനികരെ, നാറ്റോ സൈനികരെ പൂർണ്ണമായും പിൻവലിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ഏത് മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്ക എടുക്കുന്ന ഏത് നിലപാടിനും, നേരത്തെ സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പലസ്തീൻ ഈ പ്രദേശം ഏറ്റവും നിർണായകമായിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. പലപ്പോഴും പറയാറുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ എണ്ണപ്പെടാത്ത അനൗദ്യോഗികമായ മറ്റൊരു സ്റ്റേറ്റാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അമേരിക്ക എല്ലാ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ളത്. ട്രംപ് ആ ഒരു നിലപാട് സ്വീകരിച്ച ഉടനെ തന്നെ, സൈനികരെ പിൻവലിച്ച ഉടനെ തന്നെ മറ്റൊരു തന്ത്രവുമായി രംഗത്ത് വരുന്നുണ്ട്. അത് അബ്രഹാം അക്കോർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയൊരു കരാറായിരുന്നു. ആ കരാറിലൂടെ ജയഡ് കഷ്ണർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം മരുമകനെയാണ് ആ പദ്ധതി ഉണ്ടാക്കാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിലേക്ക് അദ്ദേഹം അയക്കുന്നത്. ആ അക്കോർഡ് പ്രകാരം മുഴുവൻ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UAE, സൗദി പോലെയുള്ള രാജ്യങ്ങൾ മുഴുവനും
ഇസ്രായേലിനെ അംഗീകരിക്കുകയും അങ്ങനെ ഒരു അവിടെ സമാധാനപരമായിട്ടുള്ള സമാധാനം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനൊരു ഇൻവെർട്ട് കോമ നമ്മൾ ഇടണം. ഇസ്രായേലിൻ്റെ സമാധാനം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സമാധാനപരമായിട്ടുള്ളൊരു കാലത്തിലേക്ക് നീങ്ങുന്നതിനെ കുറിച്ച് പറയുന്ന എബ്രഹാം അക്കോർഡ് ആണ് ഡൊണാൾഡ് ട്രംപ് മിഡിൽ ഈസ്റ്റിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായും ഈ ഘട്ടത്തിൽ തന്നെ അറബ് ലോകത്ത് മറ്റു തരത്തിലുള്ള ഒരു മാറ്റവും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നിന്നും സൈനികരെ പിൻവലിച്ചതോടുകൂടി ഈ മിഡിൽ ഈസ്റ്റിലുള്ള പലതരത്തിലുള്ള മിലീഷ്യകൾ, പ്രത്യേകിച്ചും ഇറാൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണികളെയെല്ലാം ചെറുക്കുവാൻ തങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളൊരു ഭയം UAE സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ സൗദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും സൗദി യമൻ വാർ നടന്നുകൊണ്ടിരിക്കുന്ന യമനിലെ ഹൂത്തികളുമായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം കൂടിയാണ്. അത്തരമൊരു ഘട്ടത്തിൽ അമേരിക്ക ഇവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ മറ്റൊരു വിഭാഗവുമായി അടുക്കാൻ തുടങ്ങുന്നത്. ഇതിന് വളരെ നിർണായകമായ ഒരു സ്വാധീനം പുതിയ സംഭവവികാസങ്ങൾക്കുണ്ട്. റഷ്യയുമായും ചൈനയുമായും സൗദിയും അതേപോലെ തന്നെ UAEയും ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നത് അർത്ഥമില്ല എന്നവർ മനസ്സിലാക്കുകയും ചൈനയുമായും റഷ്യയുമായും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കോവിഡ് കാലത്ത് UAEയിൽ ആദ്യമായി ഇറക്കപ്പെടുന്ന വാക്സിൻ അത് റഷ്യയുടെ വാക്സിനായിരുന്നു, സ്പുട്നിക് വാക്സിനായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വാക്സിൻ, ഫൈസർ വാക്സിൻ അടക്കമുള്ള വാക്സിനുകൾ അബുദാബി പോലെയുള്ള പ്രവിശ്യകളിൽ അവർ പരീക്ഷിക്കുന്നുണ്ട്, അവർ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം അമേരിക്കയുടെയും അതേപോലെ തന്നെ അമേരിക്കയുടെ വിരുദ്ധ ചേരിയിൽ നിന്ന് അറിയപ്പെടുന്ന റഷ്യ ചൈന ചേരിയുടെയും ഒരേ സമയത്ത് രണ്ട് തോടിയിലും കാലിടുക എന്ന് പറയുന്ന ഒരു സമീപനമാണ് UAE സ്വീകരിച്ചത്, സൗദി അറേബ്യയും സ്വീകരിച്ചതാണ്. നമുക്കറിയാം, സൗദി അറേബ്യ ചൈനയുമായി നല്ല ചങ്ങാത്തത്തിലായി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നേരിട്ട് റിയാദിലെത്തി മുഹമ്മദ് ബിൻ സൽമാനുമായി കൈകോർക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിൻ്റെ ബാക്കി പത്രം എന്ന നിലയിലായിരുന്നു പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇറാനും സൗദിയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഒരു ഭാഗത്തും സൗദിയുടെ വിദേശകാര്യമന്ത്രി മറുഭാഗത്തും അവർ രണ്ടുപേരുടെയും കൈകൾ കോർത്തു പിടിച്ചത് ചൈനീസ് വിദേശകാര്യമന്ത്രിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കുറേ കാലമായി നിലനിന്നിരുന്ന സൗദി യമൻ പ്രശ്നത്തെ പോലും പരിഹരിക്കുവാൻ ചൈനയ്ക്ക് സാധിക്കുകയും ചൈന പ്രധാനപ്പെട്ട റോളിലേക്ക് അവിടെ ഉയർന്നു വരികയും ചെയ്തു. എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലൂടെ പൗരാണികമായ സിൽക്ക് റൂട്ടിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് ചൈനയിൽ നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കും പിന്നീട് ആഫ്രിക്കയിലേക്കും കടന്നു പോകുന്ന ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന ചൈനയുടെ ഏറ്റവും ബൃഹത് പദ്ധതി, അവരുടെ സ്വപ്ന പദ്ധതി, ആ സ്വപ്ന പദ്ധതിക്ക് മിഡിൽ ഈസ്റ്റ് നിലമൊരുക്കുക കൂടി ചൈന ചെയ്യുന്ന സാഹചര്യം നമ്മളുണ്ടായി. ഈ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള മോഹമാണ്. ആ മോഹത്തിന് കൂടി മിഡിൽ ഈസ്റ്റിനെ നിലമൊരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇങ്ങനെയെല്ലാം അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ചൈനയോടും അതേപോലെ തന്നെ റഷ്യയോടൊപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ചും UAE സൗദി പോലെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതിനെ തൊട്ടുടനെയാണ് അതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മൾ കണ്ടു. യുക്രൈനുമായി യുദ്ധം ചെയ്യുമ്പോൾ പുടിൻ ഒറ്റപ്പെടുത്തിയെന്ന് അമേരിക്ക അടക്കം പറഞ്ഞൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAEയിലെത്തുന്നു. ഏറ്റവും സർവായുധമായിട്ടുള്ള ആഡംബരങ്ങളോട് കൂടിയുള്ള വരവേൽപ്പാണ് പുടിന് UAE നൽകിയത്. അപ്പോൾ ഒറ്റപ്പെടുത്തിയെന്ന് പറയുന്ന പുടിനെ പോലും സ്വീകരിച്ചിരുത്തുവാൻ UAEക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അമേരിക്കയും അതേപോലെ തന്നെ അമേരിക്കയുടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ചൈന റഷ്യ ചേരിയെയും ഒരേ സമയം പുലുകിക്കൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും UAEയും സൗദിയും പോലെയുള്ള അവിടെയുള്ള പ്ലേമേക്കേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ നിർണായകമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് പദ്ധതി ചൈന തുടങ്ങുന്നു, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന് പ്രധാനപ്പെട്ട റോൾ അതിന് നൽകുന്നു എന്ന് പറയുമ്പോഴാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റൊരു പദ്ധതി കൂടി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഡൽഹിയിൽ നടന്ന G20 ഉച്ചകോടിയിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ സമ്മർദ്ദപ്പെടുത്തിയത് ഒരൊറ്റ കാര്യത്തിനായിരുന്നു. അത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി മിഡിൽ ഈസ്റ്റ് വഴി സൗദിയുടെയും അതേപോലെ തന്നെ UAEയിലും കടന്നുപോയി ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് എത്തുന്ന ഒരു എക്കണോമിക് കോറിഡോറിനെ കുറിച്ചാണ്, ഒരു വ്യാവസായിക ഇടനാഴിയെക്കുറിച്ചാണ് അമേരിക്ക പറഞ്ഞത്. അത് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഇന്ത്യയും ഈ രാജ്യങ്ങളുമെല്ലാം അംഗീകരിക്കുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം സേഫായി വരികയും അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അവർക്ക് ഇരു വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സൗദി പ്രത്യേകമായിട്ടുള്ള പുതിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോകുന്നു, UAE പോലെ തന്നെ വികസിക്കുന്നു. അങ്ങനെ ഈ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രം ഈ മിഡിൽ ഈസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട
ഒരു മുഖമുദ്രയായി മാറുകയും അവിടെ ഏറ്റവും സങ്കീർണമായി നിലനിൽക്കുന്ന ഫലസ്തീൻ കോസ് എന്ന് പറയുന്നത് തമസ്കരിക്കപ്പെടുകയും ചവിട്ടിയരക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒക്ടോബർ 7 സംഭവിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെന്യാമിൻ നെതന്യാഹുവിന് മാത്രമല്ല, ഇതിൽ പങ്കാളികളായിട്ടുള്ള ഒരു രാജ്യത്തിനും ഇപ്പോൾ ആ പഴയ മാപ്പുമായി അല്ലെങ്കിൽ പുതിയ പദ്ധതിയുമായി അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുമായി അല്ലെങ്കിൽ അമേരിക്കയുടെ എക്കണോമിക് കോറിഡോറുമായി ഈ രംഗത്തേക്ക് കടന്നു വരാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രശ്നം അത് പലസ്തീൻ പ്രശ്നം മാത്രമായി മാറുകയാണ്. അത് മിഡിൽ ഈസ്റ്റിൻ്റെ മാത്രം പ്രശ്നമല്ല, ലോകത്തിൻ്റെ മുഴുവൻ പ്രശ്നമായി അത് മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ 27,000-ലധികം വരുന്ന ആളുകളുടെ രക്തസാക്ഷിത്വം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്താകെ ഉള്ള ജനസംഖ്യയിലെ പ്രത്യേകിച്ച് യുവാക്കളിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കുന്നത് ഈ പ്രശ്നത്തിൽ പലസ്തീൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൂടി ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കയിൽ 35 വയസ്സിന് താഴെയുള്ള ജനവിഭാഗത്തിൽ 70%-ലധികം വരുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇസ്രായേൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഫലസ്തീൻ മാത്രമല്ല, ഹമാസ് പോലും ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മാറുന്നു. ലോകത്തുള്ള വലിയ വിഭാഗം, നേരത്തെ ഒക്ടോബർ 7-ന് ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആരും തന്നെ ഇപ്പോൾ ആ ഒരു മുദ്രാവാക്യം മുഴക്കുന്നില്ല. അവരെല്ലാവരും ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നു. ഫലസ്തീനിൻ്റെ ഗസയിലുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നു. അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും അവരുടെ പ്രത്യാശാസ്ത്രത്തെക്കുറിച്ച് പോലും ഒക്കെയുള്ള വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും വലിയ കൊലപാതകങ്ങൾ, ജനസൈഡ് നടക്കുമ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് അട്ടിയോടിക്കപ്പെട്ട് വേറെ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിന്ന് വീണ്ടും ബോംബുകൾ വീഴുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ രാജ്യത്തിനു വേണ്ടി നിലനിൽക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ദൃഢചിത്തത അവർക്ക് നൽകുന്ന വിശ്വാസധാര ഏതാണ്, അല്ലെങ്കിൽ അവർക്ക് അതിന് ഉപോത്പലകമായുള്ള ചിന്താധാര ഏതാണ് എന്നതിനെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടക്കുന്നു. ഈ പഠനങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ തങ്ങൾ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ നീങ്ങുക, മിഡിൽ ഈസ്റ്റ് നീങ്ങുക എന്ന് പറയുന്ന ലോകക്രമത്തിൻ്റെ, അത് അമേരിക്കയുടെ മാത്രമല്ല ചൈനയുടെയും റഷ്യയുടെയും ചേരിയിലുള്ള ഈ രണ്ടിൻ്റെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം സേഫാണ് എന്ന് വിചാരിച്ചിരുന്ന അറബ് ലോകത്തിൻ്റെ എല്ലാത്തിനുമേറ്റിട്ടുള്ള വലിയൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ സംഭവവികാസങ്ങൾ, ഈ വലിയ യുദ്ധം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ മർമ്മപ്രധാനമായ പല തലങ്ങളിലൂടെ നമ്മൾ വേഗത്തിൽ കടന്നു പോവുകയാണ് ചെയ്തത്. ഇനി അല്പസമയം നമുക്ക് ഇൻട്രാക്ഷനാണ് ഉള്ളത്. എന്തായാലും ഫലസ്തീൻ എന്ന് പറയുന്ന ജനതയുടെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അതിനെ മറക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ആത്മഹത്യാപരമെന്ന് തോന്നിയ ഒരു നീക്കം വഴി പലസ്തീൻ ജനത അല്ലെങ്കിൽ ഹമാസ് ശരിക്കും അവരുടെ അസ്തിത്വവും അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ടും മതി നിങ്ങളുടെയൊക്കെ എന്താ പറയുക സേഫായിട്ടുള്ള മറ്റു ചർച്ചകൾ എന്ന ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു എന്നിടത്ത് കൂടിയാണ് സുഹൈൽ സാറ് പറഞ്ഞു വെച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങളുടെ 1-2 പേരുടെ ഇടപെടലിനോടുകൂടി അതിനോടുള്ള പ്രതികരണം കൂടിയായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ഏറെ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാണ്ട് നമുക്കറിയാം. ഇതൊരു ഓരോരോ നമുക്കൊക്കെയുള്ള ഒരു തുടക്കം ആണ് പലർക്കും, അല്ലെങ്കിൽ പലർക്കും കുറേം കൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കൂടെയാണ് എന്ന രീതിയിൽ മനസ്സിലാക്കി നിങ്ങളുടെ ഇടപെടലിനെ ക്ഷണിക്കുന്നു. 1-2 പേർക്ക് വേഗത്തിൽ ഇടപെടാൻ അവസരമുണ്ട്. അപ്പോൾ വളരെ നല്ല സെഷനാണ്. പ്രത്യേകിച്ച് സാറ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഒക്ടോബർ 7 എന്തായി എന്ന് ചോദിക്കുന്ന ചോദ്യം അല്ലേ, റിപ്പീറ്റ് ചെയ്യുന്ന PS മോഹനെ പോലെയുള്ള കോടിക്കണക്കിന് ആളുകളുള്ള ഏറെ സ്ഥിരം ചോദ്യമാണ്. അതേസമയം സാറ് പറഞ്ഞിട്ടുള്ള ഒരു ശ്രദ്ധയിൽപ്പെട്ടുള്ള ഒരു വിഷയം, മറ്റേ 56 വർഷമായിട്ട് പലസ്തീൻ എന്ന് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നതിൽ കുറച്ചുകൂടിയും ഒന്ന് വ്യാപ്തി കൊടുക്കണം തോന്നുന്നു. കാരണം ഇയാൻ പാപ്പൻ്റെ ഡയറ്റനിക് ക്ലെൻസിംഗ് ഓഫ് പാലസ്റ്റൈനിൽ ഈ ഒരു സെറ്റിൽമെൻറ്റ് സിസ്റ്റം അതിനു മുമ്പ്, അതായത് 48-നേക്കാൾ മുമ്പായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു യാതനകൾ കൂടി അതിൽ ചേർത്ത് വായിക്കേണ്ടിയുണ്ട്. കുറച്ചുകൂടി നീട്ടി പറയേണ്ട ഒരു സംഭവമായിട്ട് നമുക്ക് എല്ലെടുത്ത് വേണ്ടി വരും. അതുപോലെ തന്നെ സാറ് പറഞ്ഞ വേറൊരു സംഭവം മിഡിൽ ഈസ്റ്റ്, അത് ശരിയാണ്. ഒരു തവണ പ്രസംഗത്തിന് വന്നപ്പോൾ ഞാൻ ഈ മിഡിൽ ഈസ്റ്റ് എവിടെയാണെന്ന് എനിക്ക് അറിയാത്തൊരു കാലത്ത് എവിടെയാണ് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഈസ്റ്റ് നോർത്ത് സൗത്ത് നമുക്ക് ഇക്വേറ്റർ വെച്ച് നോക്കാം, ഈസ്റ്റ് വെസ്റ്റ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് അത്ഭുതമായിരുന്നു. പിന്നെ എന്നെ പഠിച്ചപ്പോഴാണ് വ്യത്യാസം തന്നെ പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ വെസ്റ്റ് എന്നുള്ളത് അംഗീകരിക്കാൻ തന്നെ പറ്റില്ല. കാരണം എന്താ വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ അംഗീകരിക്കുന്ന പോലെയാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് അവർ വെസ്റ്റ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെ നമ്മൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതും ജസ്റ്റ് ശ്രദ്ധയിൽപ്പെടുകയാണ്. പിന്നെ സാറ് പറഞ്ഞ വേറൊന്ന് അറബികൾ ആരോപമാണ്
പലസ്തീനൊപ്പമാണ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിൽ ചെറിയ അറബികൾ ഒരു പക്ഷേ അവിടെയുള്ള ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അവർക്ക് അറബി രാഷ്ട്രങ്ങൾ അവരൊപ്പം ആവാൻ സാധ്യത വളരെ കുറവാണ്. അത് പ്രത്യേകിച്ച് സൗദി അറേബ്യ. കാരണം 1904 പേർഷ്യൻ ഗൾഫിൽ വെച്ചിട്ട് പേഴ്സി കോക്സുമായിട്ട് ഇബ്നു സഊദ് എഴുതിയ കരാറിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, വി വിൽ നോട്ട് ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് എന്ന് എഴുതി കൊടുത്ത് ഒപ്പിട്ട സാധനം ഇന്ന് ലോകം മൊത്തം അംഗീകരിക്കുന്ന സാധനമാണ്. അപ്പോൾ അറബികൾ എന്ന് പറയുമ്പോൾ അറബ് ജനങ്ങൾ എന്ന് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം അവിടെ ടാക്സി ഇപ്പോൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, എന്നിട്ട് ഒരു ആൾ വാങ്ങാനില്ല എന്ന കാഴ്ചപ്പാട് നോക്കുമ്പോൾ അറബ് സൗദാണ് ആ ജനങ്ങൾ ഉണ്ട്. അതേസമയം ആ ഒരു ആ ശക്തി അവിടെ ഇല്ല എന്ന് തന്നെ നമ്മൾ എടുത്തു വായിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ശരിയാണ്, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. പിന്നെ ഇതിലൊരു ഒരു ജസ്റ്റ് സുഹൈലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു കാര്യം കൂടെ, ഈ എന്തുകൊണ്ടാണ് ഈ ഗൾഫ് കൺട്രീസ് താങ്കൾ സൂചിപ്പിച്ചു ഒരു എക്കണോമി വളരെ എന്താണ് സ്ട്രക്ചറലി കണക്റ്റഡ് ടു സബോർഡിനേറ്റ് ടു എന്താ പറയുക ഒരു യൂറോപ്യൻ അമേരിക്കൻ എക്കണോമി. അതിലൊരു വലിയ പ്രശ്നമുണ്ട്. അവർക്ക് ഇതുവരെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല. ഇത് ആ കൊളോണിയൽ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെടുത്തിയെടുത്തിയ ഒരു സാധനമാണ്. ഇറ്റ് ഈസ് സ്ട്രക്ചറലി ഹൈലി ഇൻ്റഗ്രേറ്റഡ് ടു ഒരു ഗ്ലോബൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമാണ്. അതിൻ്റെ എന്താണ് പറയുക റോ മെറ്റീരിയൽ പ്രൊവൈഡർ ആയിട്ടാണ് ഇപ്പോഴും അത് ഫങ്ഷൻ ചെയ്യുന്നത്. ഇതുവരെ ഏർലി 70s ഓയിൽ ക്രൈസിസിൻ്റെ കാലത്ത് കുറേയൊക്കെ അവകാശങ്ങൾ അസേർട്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിലും അതൊരു സ്ട്രക്ചറൽ ചേഞ്ച് എക്കണോമിക്ക് ഇതുവരെ വരുത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ ക്ലച്ചസിനകത്താണ് വെസ്റ്റ് ഏഷ്യയിലെ പ്രത്യേകിച്ച് ഈ ഗൾഫ് റീജിയനിലെ കൺട്രീസിൻ്റെ എക്കണോമി ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ എക്കണോമിയാണ് ഇവരുടെ ലെജിറ്റിമസിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്കറിയാതെ ഈവൻ റിലീജിയൻ പോലും അല്ല, ആ എക്കണോമി ഉപയോഗിച്ച് അവർ നടത്തുന്ന ഒരു എന്താണ് വി പ്രൊവൈഡ് യു എവറിതിങ് സോ യു ജസ്റ്റ് ഒബേയാസ് എന്നുള്ള ആ ഒരു സാധനം അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഓഫ് എക്കണോമിക് സിസ്റ്റം അവർ വലിയ രീതിയിൽ ഈ ഒരു ഗ്ലോബൽ ക്യാപിറ്റലിസത്തിനകത്ത് നിൽക്കാൻ അവരെ നിർബന്ധിതരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വെസ്റ്റിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉള്ളിടത്തോളം കാലം വെസ്റ്റിൻ്റെ ആ ഒരു സർക്കിളിനകത്ത് നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഈ പലസ്തീൻ ഉയർത്തുന്ന രാഷ്ട്രീയവും നൈതികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കാൾ അവരുടെ താല്പര്യം ഉടക്കി നിൽക്കുന്നത് അവരെ നിലനിർത്തുന്ന ഈ ഒരു ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സപ്പോർട്ട് ആണ്. ഇറാൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇറാൻ്റെ ഭീഷണിയുണ്ട്. നമ്മളതിനെ തമസ്കരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഹിസ്ബുള്ള, ഹൂത്തീസ് ഒക്കെ ഹമാസ് പോലും ഇപ്പോൾ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇറാനെയാണ്. സ്വാഭാവികമായും ഇറാൻ ഉയർത്തുന്ന ഒരു വിഷയമുണ്ട് അവിടെ രാജ്യങ്ങൾ. അല്ലെങ്കിൽ ഇറാനെ എപ്പോഴും ഒരു എന്താണ് പറയുക എതിർ സ്ഥാനത്ത് നിർത്താൻ വേണ്ടി വെസ്റ്റേൺ പവേഴ്സ് ബോധപൂർവം കളിക്കുന്ന ഒരു പൊളിറ്റിക്സും ഉണ്ട് അവിടെ. അത് ഷായുടെ കാലത്തിന് ശേഷം വളരെ കൃത്യമായിട്ട് ഇറാനെ വെച്ചുകൊണ്ട് വെസ്റ്റ് കളിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട് അവിടെ. അതാണ് ഇറാൻ ഇറാഖ് യുദ്ധത്തിലേക്ക് പോയതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനേക്കാൾ ഉപരിയായിട്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് ഇതിനെല്ലാം ഡിറ്റർമൈൻ ചെയ്തത്. അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല. പക്ഷേ ഇതൊരു പൊതുവെ അവിടെ നമ്മൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ ഇറാൻ എന്നുള്ള ഒരു ഭീഷണി ഒരിക്കലും ഇല്ലാതാകരുത് എന്നുള്ളത് ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു താല്പര്യമാണ്. അത് എപ്പോഴും സ്ട്രക്ചറലി മറ്റ് ഗൾഫ് രാജ്യങ്ങളെയും ചെറിയ രാജ്യങ്ങളെയെല്ലാം എന്നുവെച്ചാൽ കുവൈത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് പിന്നീട് പുറത്തു വന്ന ചില വാർത്തകൾ കുവൈത്തിനെ സദ്ദാം ഹുസൈൻ ആക്രമിക്കും എന്നുള്ളത് ഇറാഖിൻ്റെ ഒഫീഷ്യൽ സോഴ്സസ് തന്നെ അമേരിക്കയ്ക്ക് വിവരങ്ങൾ കൊടുത്തിരുന്നു. ഞാൻ അത് വായിച്ചിട്ടുണ്ട്, ഞാൻ ആ റിപ്പോർട്ട്. പക്ഷെ അവർ യു ഡു വാട്ട് എവർ യു വാണ്ട് എന്നുള്ള രീതിയിൽ ഒരു സമീപനമാണ് അതിനോട് എടുത്തത്. ഒരു തരം ഗ്രീൻ സിഗ്നൽ കൊടുത്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഗ്രീൻ സിഗ്നലാണ് കൊടുത്തത്. ഓക്കെ, നിങ്ങൾ യു ഡു എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ വെസ്റ്റ് ഏഷ്യയിലെ പൊളിറ്റിക്സിൽ ഇതുപോലുള്ള ഈ വെസ്റ്റേൺ പവേഴ്സിൻ്റെ വലിയ രീതിയിലുള്ള അവർ പ്ലാൻ ചെയ്യുന്ന, അവർ രൂപപ്പെടുത്തിയെടുക്കുന്ന കുറേ എന്താണ് പറയുക ക്രൂക്കഡായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട് അവിടെ. അതിനെ മറികടക്കാൻ പറ്റാത്ത രീതിയിൽ ഇക്കണോമിക്കലി ഒരു സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസി ഈ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്.
അത് വേറൊരു രീതിയിൽ സെമെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പം താങ്കൾ സൂചിപ്പിച്ച ഈ മാൻഡേറ്ററി സിസ്റ്റത്തിൽ നിന്ന് ഷെയ്ഖ്ഡംസിലേക്കുള്ള അവരുടെ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് വന്ന പല കരാറുകളുമുണ്ട്. ആ കരാറുകളിലെല്ലാം വെസ്റ്റേൺ പവേഴ്സ്, പ്രത്യേകിച്ച് UK, US, അവർ ഈ ഒരു ഡിപ്പെൻഡൻസി എങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നുള്ള രീതിയിൽ വളരെ തന്ത്രപരമായിട്ടാണ് ഇതൊക്കെ രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. ഇപ്പം മിലിറ്ററി ഡിപ്പെൻഡൻസി കംപ്ലീറ്റ് വെസ്റ്റിൻ്റെ മേലാണ്. ഇതുവരെ മിലിറ്ററി കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ രാജ്യങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് കഴിയുകയുമില്ല. അതിനുള്ളൊരു സാഹചര്യം അവിടെ ഒരിക്കലും രൂപപ്പെട്ടു വരികയില്ല. അത് വെസ്റ്റിൻ്റെ ഒരു കൃത്യമായി ഇത് ഈ ഒരു അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള, പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്തൊരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത്. നമ്മളുടെ സമയപരിമിതി കൊണ്ട് ഞാൻ എൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബൈ ആൻഡ് ലാർജ് ഐ അഗ്രി വിത്ത് യു. ഞാൻ പറഞ്ഞത് അറബ് ജനത എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അതെനിക്ക് കൃത്യമായി മനസ്സിലാവും. അത് അറബ് ജനത ആസ് എ കമ്മ്യൂണിറ്റി ആണ്. അവർ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഏറെക്കുറെ പൂർണ്ണമായിട്ടും പലസ്തീനോടൊപ്പമാണ്. അതൊരു നൈതികതയുടെ പ്രശ്നമാണ്, ഒരു ഹ്യൂമൻ വാല്യൂസിൻ്റെ പ്രശ്നമാണ്. ഒരു ചെറിയ ചോദ്യം കൂടെ, അവസാനത്തേത് അല്ലേ? അധിനിവേശമാണല്ലോ ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം. ഈ അധിനിവേശം എന്നുള്ളത് ഇന്ന് തുടങ്ങിയതല്ല. എല്ലാ കാലത്തും ഈ രാജ്യങ്ങൾ വികസിച്ചിട്ടുള്ളത് അധിനിവേശത്തിലൂടെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന അധിനിവേശം മാത്രം ഒരു തെറ്റാണെന്ന് പറയുന്നതിനെ, പൂർണ്ണമായും തെറ്റാണെന്ന് പറയുന്നതിനെ എങ്ങനെയാണ് അംഗീകരിക്കുക എന്നുള്ളതും, മറ്റൊന്ന് ഈ ഹമാസുമായിട്ട് നമ്മുടെ ഒരു നിലപാട് എന്താണെന്നുള്ളത്. അധിനിവേശങ്ങളിലൂടെയാണ് ലോകം കടന്നു വന്നത് എന്ന് പറയുമ്പോൾ എല്ലാ അധിനിവേശങ്ങളെയും നമ്മൾ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അധിനിവേശം എല്ലായിടത്തും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇസ്രായേൽ ഇസ്രായേൽ ഫലസ്തീനികൾക്ക് മുകളിൽ ചെയ്തതുപോലെയുള്ള ഒരു അധിനിവേശം നേരത്തെ വിശദമായി തന്നെ ഒരു അരമണിക്കൂറോടടുത്ത് സാർ അത് സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ ചരിത്രങ്ങൾ ഓരോന്നോരോന്നായി പറയുന്നില്ല. ആ തരത്തിലുള്ള അധിനിവേശത്തിൻ്റെ ചിത്രം ആധുനിക ലോകത്ത് വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. പുറമെ നിന്ന് ആളുകളെ അങ്ങോട്ട് അക്കോമഡേറ്റ് ചെയ്യുക, അവിടെയുള്ള മുഴുവൻ ആളുകളെയും മാറ്റിപ്പായിക്കുക, അവരുടെ കിടപ്പാടങ്ങളെ ബുൾഡോസർ കൊണ്ട് തകർക്കുക, എന്നിട്ട് അതിൻ്റെ ആളുകൾ ഞങ്ങളാണ് എന്ന് പറയുക. ഇതേപോലെയുള്ള അധിനിവേശം ആധുനിക ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമായി നടക്കുന്ന അധിനിവേശങ്ങളൊന്നും നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. സാധാരണ നടക്കാറുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഭരണാധികാരി, നമുക്കറിയാം ബ്രിട്ടീഷ് അധിനിവേശം, ഇന്ത്യയിലേക്ക് നടന്ന കൊളോണിയലിസം എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഇവിടേക്ക് വരുന്നു, ഇവിടെ അവർ ഭരിക്കുന്നു, അവരുടെ ഭരണീയരായി നമ്മൾ മാറുന്നു. അതെ, യുക്രൈനിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. പക്ഷേ ഇപ്പോഴും നേരത്തെ സാറ് സൂചിപ്പിച്ചു, ഒരു നിയമവ്യവസ്ഥ UN-ൻ്റെയും അതേപോലെ തന്നെ ഓസ്ലോ ഉടമ്പടിയിലടക്കം പറയുന്ന കാര്യങ്ങളെ ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു പറയുന്നത് ഫലസ്തീനികൾക്ക് അവിടെ ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ പല മന്ത്രിമാരും പറയുന്നത് ഗസയിലുള്ള ആളുകൾക്കുള്ള പരിഹാരം എന്താണ് എന്ന് ലോകം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് പരിഹാരം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു അധിനിവേശത്തെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഒരാൾക്കും അത് ന്യായീകരിക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, ഇത്തരം അധിനിവേശ ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പറയേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ലോകത്തിന് എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൂടിയാണ്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തീർച്ചയായും ഇതിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞ 1-2 ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് നേരത്തെ ഇപ്പോൾ ചർച്ചകളൊക്കെ വന്നു, വെസ്റ്റ് പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അതിലപ്പുറം കാര്യങ്ങളൊന്നും പോവുകയില്ല എന്നുള്ള ഒരു രീതി പൊതുവെ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പക്ഷേ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും ഈ അധിനിവേശം ഇങ്ങനെ തുടരണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ അധിനിവേശത്തിന് ലക്ഷ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായിരുന്നു ഈ 2.5 മാസത്തോളം യുദ്ധം ചെയ്യുമ്പോൾ ഗസയിൽ ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഹമാസ് കൊടുത്തിട്ടുള്ള ആളുകളെ കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ ഒരാളെയും മോചിപ്പിക്കുവാൻ
ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. രണ്ടാമത്തേത് ഗസയെ പിടിച്ചെടുക്കുക, ഹമാസിനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യവും പൂർത്തീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്ന് മാത്രമല്ല, ലോകത്തിനൊന്നും ഈ ഒരു യുദ്ധം പ്രധാനമായും ബാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഹൂത്തികളുടെ, അൻസാറുള്ളയുടെ ചെങ്കടലിലെ ആക്രമണത്തോടു കൂടി ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക മേഖലയെ പിടിച്ചുകുലുക്കുവാൻ അവർക്ക് സാധിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ചരക്ക് കപ്പൽ നീക്കത്തിൻ്റെ 12% വരുന്ന റെഡ് സീയിലെ പൂർണ്ണമായും നിലക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, അതിൻ്റെ ഒരു പരിണിത ഫലം എന്നുള്ള രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറായിട്ടുള്ള റാസി മൂസവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തേണ്ടി വന്നത്. എത്രത്തോളം ഇസ്രായേലിനത് അവർ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇസ്രായേലിന് മാത്രമല്ല, അമേരിക്കക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ സാമ്പത്തിക ശക്തികൾക്ക് തന്നെ ഈ ഒരു അറ്റാക്ക്, ഹൂത്തികളുടെ ഈ അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഇതുവരെ ഇല്ലാത്തൊരു, ഇത് ഗസക്കാരുടെ മാത്രം ഒരു പ്രശ്നമല്ലായിരുന്നു, ലോകത്തിൻ്റെ പ്രശ്നമായി ഇത് മാറുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഇത് മാറുകയാണ്. എന്ന് മാത്രമല്ല, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കുന്ന പ്രതിരോധ സേനയിൽ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കൂടെ നിൽക്കുക എന്ന് മാത്രമേ അറബ് രാജ്യങ്ങൾക്ക് മാർഗമുള്ളൂ എന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതും അതായിരുന്നു. ഇവർ പറയുന്ന റൂട്ടിലൂടെ ഇങ്ങനെ പോവുക എന്നുള്ളതായിരുന്നു അറബ് രാജ്യങ്ങളുടെ ഒരു സ്ഥിതി. പക്ഷേ ഈ സഖ്യത്തിൽ പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളൊന്നും തന്നെ ചേരാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും ഈജിപ്ത്, സൗദി, അതേപോലെ തന്നെ UAE പോലെയുള്ള രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നില്ല. ഓസ്ട്രേലിയ പോലെയുള്ള എല്ലാ കാലത്തും അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും ഇതിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ഈ യുദ്ധം കൊണ്ട്, അധിനിവേശം കൊണ്ട് ഇസ്രായേലിന് ഒന്നും തന്നെ നേടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ ഗതിയെ മാറ്റിമറിക്കുവാനും മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കുവാനും പറ്റാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ആ കാര്യം കൂടി ആഡ് ചെയ്യണം എന്ന് തീർച്ചയായും ഇതിൻ്റെ ഭാഗമായി വരണം എന്നുള്ളത് കൂടിയാണ് അക്കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചത്. ഹമാസിൻ്റെ നിലപാടുകളൊക്കെ മുഹീദ്ദീൻ ഉസ്താദ് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ട് ചോദ്യങ്ങളും വളരെ പ്രസക്തമാണ്. പിന്നെ തീർച്ചയായിട്ടും അതിൻ്റേതായ കോൺട്രവേഴ്സി ഉള്ള ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, അധിനിവേശം എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നു, അങ്ങനെയാണ് രാജ്യങ്ങൾ വളർന്നു വന്നത്. അത് വളരെ പഴയ ഒരു കാര്യമാണ്. അത് ഞാൻ പറയാൻ കാരണം, അധിനിവേശത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്, നമുക്കറിയാം. എംപയേഴ്സ്, സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, അതില്ലാതായി. ഇപ്പം നമ്മളുടെ ഏജ് ഓഫ് എംപയേഴ്സ് അല്ല ആ രീതിയിൽ, അത് കഴിഞ്ഞു. നമുക്കറിയാം, നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വലിയ വലിയ സാമ്രാജ്യങ്ങൾ രൂപപ്പെട്ടു വന്നത്. അവർ അലക്സാണ്ടർ മൂന്ന് കോണ്ടിനെൻ്റിൽ വരെ എത്തിയിട്ടുള്ള, യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും ടച്ച് ചെയ്യുന്ന ഒറ്റ രാജ്യം, സാമ്രാജ്യങ്ങൾ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ട്. പിന്നീട് അത് ഇല്ലാതായി, സാമ്രാജ്യത്വം നിലനിന്നു, പക്ഷെ സാമ്രാജ്യങ്ങൾ ഇല്ലാതായി, അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് അത് വർക്ക് ചെയ്തത് പിന്നീട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ലോജിക്ക് വെച്ച് നമുക്ക് അധിനിവേശത്തെ ന്യായീകരിക്കാൻ കഴിയില്ല ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം സാമ്രാജ്യങ്ങളുടെ കാലം കഴിഞ്ഞു. ഇപ്പോൾ രാജ്യങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്നെന്ന് പറയുന്നത്, നമ്മൾ യു റെസ്പെക്റ്റ് ദ സോവറിനിറ്റി ഓഫ് അതർ സ്റ്റേറ്റ്സ്. അങ്ങനെ നിങ്ങൾ സോവറിനിറ്റി റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ നിങ്ങൾക്ക് അവരുടെ മേലെ അധിനിവേശം ചെയ്യാനുള്ള അവകാശം ഇല്ലാതാവുകയാണ്. ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്, സോ ആസ് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ്. നമുക്ക് അവരുടെ മേലെ അധിനിവേശത്തിനുള്ള അവകാശമില്ല. അതൊരു ബേസിക് നോമായിട്ട് ഇപ്പം നിലനിൽക്കുന്നു. അപ്പോൾ ആ ഒരർത്ഥത്തിൽ അധിനിവേശം എന്ന് പറയുന്നത് ഒരിക്കലും, അധിനിവേശം എന്ന് പറയുന്നത് ഒരു എക്സെപ്ഷനാണ്, നോമല്ല. അത് റോങ് ആണ്, തെറ്റാണ്. അപ്പോൾ അധിനിവേശത്തിലൂടെ രാജ്യങ്ങൾ വളരുന്നു എന്നുള്ള ആ ഒരു ലോജിക്ക് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ലോജിക്കല്ല. അത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് സാമ്രാജ്യങ്ങൾ വലുതായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് നമ്മൾ ക്രിമിയയിൽ റഷ്യ നടത്തിയ അധിനിവേശവും അവരുടെ രാജ്യത്തോട് ചേർത്തതും. അല്ലെങ്കിൽ ഈ രീതിയിൽ ലോകത്തിൻ്റെ ഏത് പല ഭാഗങ്ങളിലും നടക്കുന്ന അധിനിവേശങ്ങളും കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ഇല്ലെജിറ്റിമേറ്റ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്, അത് ഇല്ലീഗൽ എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ മാറിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം ഹമാസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ എൻ്റെ വ്യൂ ഞാൻ പറയാം. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ PLO
ഈ രീതിയിൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്. അത് നമുക്കറിയാം, യാസർ അറാഫത്തിൻ്റെ തന്നെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ പല ആക്ടിവിറ്റീസും ഈ രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടിരുന്നു. പിന്നീട് അതേ PLO തന്നെ പല ഘട്ടങ്ങളിലും ട്രാൻസ്ഫോർമേഷനിലൂടെ വരികയും ഒരു ഓസ്ലോ കരാർ പോലുള്ള ഒരു കരാറിൽ വരെ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ്. ആ ഓസ്ലോ കരാറിനെ കംപ്ലീറ്റ് അട്ടിമറിച്ചത് മറുഭാഗമാണ്. തീർച്ചയായിട്ടും PLOയോ അറബ് രാജ്യങ്ങളോ അല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്ഷൻ സുഹൈൽ പറയുന്നത് പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ നെസസിറ്റി എന്നുള്ള ഒരു രീതിയിൽ അവരതിനെ കാണുമ്പോൾ അവർക്ക് അത് ജസ്റ്റിഫൈ ചെയ്യാനുള്ള കാരണങ്ങളുണ്ടാവാം. പക്ഷേ അതിനകത്ത് നമ്മളൊരു എന്താണ് പറയുക, ഒരു മാനുഷിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒരു ടെററിസത്തിൻ്റെ എലമെൻ്റ് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ശശി തരൂർ പറഞ്ഞ ആ ഒരു നിലപാട് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് ചെയ്യേണ്ടി വന്ന ഒരു നെസസിറ്റി ആയിട്ട് കാണാമെങ്കിൽ കൂടെ അത് ഒരു ആക്ട്, ഇഫ് യു ടേക്ക് ദാറ്റ് ആക്ട് ആസ് എൻ ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ്, ദർ ഈസ് എൻ എലമെൻറ്റ് ഓഫ് വയലൻസ് ഇൻവോൾവ് ഇൻ ദാറ്റ് വിച്ച് കനോട്ട് ബി ജസ്റ്റിഫയബിൾ എന്ന് പറയുമ്പോൾ, അങ്ങനെ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായി ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ വയലൻസ് മറുഭാഗത്തിന് അവരുടെ വലിയ വലിയ വയലൻസ് കാലങ്ങളോളം ചെയ്യാൻ, അതിനെ ന്യായീകരിക്കാൻ ഉള്ള കാരണമായി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള ഒരു വലിയ ഡേഞ്ചറുണ്ട് അവിടെ. ഈ ഒരു ഡേഞ്ചർ എങ്ങനെ അതിനെ ഹോളിസ്റ്റിക്കലി ബാധിക്കും എന്നുള്ള ഒരു പ്രശ്നം കൂടെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ വേണം നമ്മളതിനെ വിലയിരുത്താൻ. വിത്ത് ഈ ഒരു കാരണം കൊണ്ട് ഹമാസ് ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണെന്നോ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അവരുടെ സ്ട്രാറ്റജി ഇത് മുഴുവൻ ഇല്ലെജിറ്റിമേറ്റ് ആണെന്നോ പറയുന്നത്, ദാറ്റ് ഈസ് എ കംപ്ലീറ്റ് നോൺസെൻസ് ഇൻ മൈ ഒപ്പീനിയൻ. സോ ദാറ്റ്സ് ഓൾ. വളരെ സന്തോഷം. നമ്മുടെ സെഷൻ വലിയ ഒരു നമ്മുടെ ഒക്കെ കാഴ്ചപ്പാട് തുറക്കാനുള്ള വലിയൊരു കാരണമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ വ്യത്യസ്ത ആംഗിളുകൾ ഒന്നുകൂടെ കവർ ചെയ്യാൻ നമുക്ക് ഈ സെഷൻ സഹായകമായി. ലാസ്റ്റ് ഹമാസിനോടുള്ള നിലപാട് ചോദിച്ച കാര്യത്തിൽ ഒരു ചെറിയ പ്രതികരണത്തോടുകൂടി ഈ സെഷൻ അവസാനിക്കുന്നു. നമ്മളിപ്പോൾ ഹമാസിനോട് നല്ല ലോകത്ത് നടക്കുന്ന ഏത് കാര്യത്തോടും ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എന്ന പോലെ കണ്ടിട്ട്, കാരണം ഭൂരിപക്ഷം വരുന്നത് ഏതാണ്ട് ഒരു സർക്കിളിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. വ്യത്യസ്ത കാഴ്ചപ്പാട് ഇവിടെ കുറവായിരിക്കും. അപ്പോൾ അവരോട് എന്നുള്ള ആൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്, നമ്മളങ്ങനെ ഇപ്പോൾ എല്ലാത്തിലും കാഴ്ചപ്പാടെടുക്കുന്നതിനെക്കുറിച്ച് ഒരു നിലപാടെടുക്കേണ്ട ടെൻഷനൊന്നും ഇപ്പോൾ ആവശ്യമില്ല. നമ്മളിപ്പോൾ അങ്ങനെ UN സെക്രട്ടറി ജനറലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റൊന്നും ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിപ്പോൾ നിലപാടിന് ഒന്നുകിൽ അങ്ങനെ എന്തെങ്കിലും റോൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ നിലപാടിനെ പറ്റി ആശങ്കപ്പെടേണ്ടതുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് സുന്നത്താണോ ഫർളാണോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു നിലപാട് ആവശ്യം വരും. നബിദിനം വേണോ വേണ്ടേ. ഇതിപ്പോൾ ഈ വിഷയത്തിൽ എന്താ ആവശ്യമില്ല. നമ്മളങ്ങനെ നിലപാട് ഒരു അക്കാഡമിക്കായിട്ട് സമീപിക്കേണ്ട കാര്യമുള്ളൂ. അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ പഠിക്കുക, അതിനെ എന്താ പറയുക, അതിൽ ഇൻവോൾവ് ചെയ്യാതെ അതിനെ നിരീക്ഷിക്കുക, അത്രേ ആവശ്യമുള്ളൂ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ വളരെ പരിമിതമായ അറിവും പരിമിതമായ അനുഭവവും വെച്ചിട്ട് അങ്ങനെ നിലപാടെടുക്കേണ്ട സിറ്റുവേഷനൊന്നുമില്ല. അപ്പോൾ സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഓവറോൾ ഹമാസ് നിലകൊള്ളുന്ന കോസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഹമാസ് അതിനെ മൊത്തം എന്താ പറയുക നിരാകരിക്കുന്ന രീതി പൊതുവിൽ മുസ്ലിം ലോകത്തിനുമില്ല, മാനവികതയുള്ള ആർക്കും ഇല്ല. ഹമാസിൻ്റെ ശൈലികൾ, അപ്പോൾ നമ്മൾ മലബാർ കലാപത്തെ മൊത്തത്തിൽ അംഗീകരിക്കുമ്പോഴും അതിൻ്റെ ഭാഗമായി നടന്നു എന്ന് പറയപ്പെടുന്ന ഒറ്റപ്പെട്ട ചില അക്രമങ്ങൾ നിരാകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ അംഗീകരിക്കുന്നത്. ഏത് ശരിയായ കോസിനകത്തും അങ്ങനെ സംഭവിക്കുമ്പോൾ അത് എന്താ പറയുക, ഇതൊന്നും കാരണം കൃത്യമായി വരച്ച് നടക്കുന്ന ഒരു മത്സരം പോലെ ഒന്നും അല്ലല്ലോ. അതിനിടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പാളിപ്പോകും. അത്തരം പാളിച്ചകളെ നിരാകരിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളോടൊക്കെയുള്ള നമ്മുടെ സമീപനം രൂപപ്പെടുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. വിശേഷിച്ച് നമ്മുടെ സെഷനുകൾ നയിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ, അതുപോലെ BK സുഹൈൽ, അതുപോലെ സദസ്സ് നന്നായി ശ്രദ്ധിച്ച പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവർക്കും BKF വേണ്ടി സന്തോഷം അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.